അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മണ്ടേ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം മണ്ടേ കയറി കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റൊക്കെ. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ജങ്കാർ. ഗരുഡ എന്ന് പറഞ്ഞ ജങ്കാറാണ് കേട്ടോ. നമ്മൾ എടാ നീ മുന്നേ നടക്ക്, ഇവൻ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ കൊണ്ടുവന്ന സാധനമാണേ. അപ്പോൾ ഇതിലേക്ക് കയറുകയാണ് കേട്ടോ. എനിക്കിത് കയറിയപ്പോൾ ഭയങ്കര ഒരു നല്ല ഇതുപോലെ കുറേ വണ്ടികൾ കൊണ്ടുപോകാൻ പറ്റുന്ന വലിയ ഇതാണ്. എൻ്റെ കൂടെ വന്നവൻ പറഞ്ഞതാടാ, ഇവൻ ഇതിനെക്കുറിച്ച്, ഇവൻ ഇവിടുത്തെ ആളാണ് കേട്ടോ. അപ്പോൾ ഇവന് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവൻ ഇതെല്ലാം പറഞ്ഞു തരും. ഇതെന്നാടാ സാധനം? നങ്കൂരമാണ് കേട്ടോ ഗൈസ്. ഇതാണ് നങ്കൂരം. കണ്ടോ, കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ഇത്രയും വലിയൊരു ജങ്കാറാണ്. ജങ്കാറിൻ്റെ പേര് ഗരുഡ എന്നാണ് കേട്ടോ. ഗരുഡയുടെ ഏറ്റവും വലിയൊരു ഗരുഡയാണ് ഇതിനകത്ത് ഇറക്കിയത്. ഈ രണ്ട് സാധനം എന്തുവാടാ? ഈ രണ്ടറ്റത്തൊരു നമ്മുടെ അവിടെ ഈ വെള്ളം കോരുന്ന പോലെ ഒരു രണ്ട് സാധനവും സ്റ്റിയറിങ്ങും ഒക്കെ ഇരിപ്പുണ്ട്. അതെന്തുവാടാ? ഈ സാധനം ഉണ്ടെങ്കിലേ നമുക്ക് വണ്ടി കയറ്റാനും നമുക്ക് കയറാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സാധനം അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ഈ രണ്ട് സാധനം, രണ്ട് സ്റ്റിയറിങ് പോലെ അതിങ്ങനെ കറക്കിയിട്ട് രണ്ട് സൈഡിലും കറക്കുമ്പം അതിനൊരു ഇതൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒരച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് അത് പൊങ്ങി വരും. എന്നിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഇത്രയും വീതിയുണ്ട്. പലരും നമ്മൾ സിനിമയിലൊക്കെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സംഭവവും പ്രവർത്തനമൊന്നും അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ എൻജിനും ഡ്രൈവറും ഒക്കെ വേണ്ട ഈ ഇത്രയും ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 10-20 വണ്ടിയെങ്കിലും കയറും അല്ലേ. ഇത്രയും വലുതാണ് കേട്ടോ. നമ്മുടെ വലിയൊരു പാലത്തിൻ്റെ വീതിയുണ്ടേ. അവിടെ ഇങ്ങനെ ഇട്ടേക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററികളൊക്കെ. പിന്നെ കുറേ സേഫ്റ്റി, നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. അതൊക്കെ യൂസ് ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെ നിർത്തിയിട്ടേക്കാണ്, യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിന് ഇവിടെ ഗ്ലാസ് ഒക്കെ ഇടാനുണ്ടോടാ? പെയിൻ്റ് ഒക്കെ കഴിഞ്ഞ്. ഇതാണ് ഇതിൻ്റെ ഒരു എൻജിൻ ഇരിക്കുന്ന സ്ഥലമാണ്. ഇത്രയും ഭാഗത്താണ് ആ എൻജിൻ ഇരിക്കുന്നുണ്ടോ. കയറാനൊന്നും വയ്യ. ഇതാണ് ആ എൻജിൻ ഇരിക്കുന്ന സ്ഥലം. ഇവിടെ ഫുള്ളൊരു ഓയിലിൻ്റെ ഒക്കെ ഒരു ഗ്രീസിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലും മണമൊക്കെയാണ് ഇവിടെ. ഇതിൻ്റെ ശരിക്കലും പെയിൻ്റൊക്കെ പുതിയ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള പുതിയ വലിയ ജങ്കാറാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ഡ്രൈവറൊക്കെ ഇരിക്കുന്നത്. മേളിൽ കയറാൻ പറ്റും. അപ്പോൾ ഇതുവഴി ഇങ്ങനെ മണ്ടേ കയറുന്ന കേട്ടോ. പിന്നെ ഇപ്പം ഞാനും കയറാനാണെന്ന് പറഞ്ഞേക്കുന്നത്. എനിക്ക് കയറാൻ പേടിയാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മണ്ടേ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം മണ്ടേ കയറി കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റൊക്കെ. ഇതൊന്നും നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഇരുന്ന് ഫ്രണ്ട് ഏതാടാ? ഫ്രണ്ട് അങ്ങോട്ട് നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഇതാണ് ബാക്ക്. ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിതൊരു നല്ല കണ്ണിന് കുളിർമയുള്ള നല്ല കാഴ്ചയായിരുന്നു കേട്ടോ ഗൈസ്. ആ മേളിലാണ് ഡ്രൈവർ ഇരുന്ന് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ആൾക്കാർക്കും ബൈക്കിലും കാറും കൊണ്ട് കയറി കാറേൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും അല്ലേ. അതാണ് എന്താടാ ഇത് ഗരുഡ ഗ്രൂപ്പ്. ഗരുഡ നമ്പർ 2 എന്നാണ് ഇതിനിട്ടേക്കുന്നത്. ഗരുഡ എന്നാണ് ഈ ഒരു ബോട്ടിന്റെ പേര്. അപ്പം ഒരു ഗരുഡയും കൂടി ഉണ്ട്, അത് ചെറുതാണ്, കല്ലിന്റെ പകുതിയേ കാണത്തുള്ളൂ. അപ്പം ആ ഒരു ചെറിയ വണ്ടി ഇതിലും ചെറുതുണ്ട്. അപ്പോൾ അതിലൊരു 10 വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ ഞാൻ കണ്ടിട്ടില്ല. അത്രയൊക്കെയുള്ള സ്പേസ് ഉള്ളതെന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ഇത് വലിയ ഗരുഡയാണ്. ഇതിൽ കുറേ വണ്ടികൾ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതാണ്, എനിക്കിതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് ജങ്കാർ. ഇതെനിക്ക് വന്ന വഴിക്ക് കിട്ടിയൊരു പൂവാണ്. സെട്ടു നമ്മളിപ്പം റീൽസിലൊക്കെ നമ്മൾ ഈ പൂവ് ഫുൾ ഫിൽറ്ററൊക്കെ വെച്ച് പാടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒറിജിനാലിറ്റി ആ പൂ കിട്ടി. അപ്പോൾ അതെടുത്ത് വെച്ചതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗരുഡയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലടാ, ഇവൻ്റെ ഒരു കുഞ്ഞു ചാനലുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ലിങ്ക് താഴെ ഇങ്ങനെ ആഡ് ചെയ്തേക്കാം. അവൻ്റെ ഈ കുട്ടനാടൻ കാഴ്ചകളൊക്കെ അവനും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ബൈ ബൈ ഗൈസ്.